നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. 1202 ആണ്ടിൽ പൂരം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണാം. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലി കിട്ടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്കും അത് സാധിക്കും. ലോൺ എടുത്ത് പുതിയ ചെറുകിട ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കത് വേഗം സാധിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത പ്രവർത്തന മേഖലയിൽ പ്രവേശിച്ച് കച്ചവടങ്ങൾ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ചില സാഹചര്യങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകും. നിങ്ങളുടെ ജീവിതഗതി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ നല്ല തൊഴിൽ പരിവർത്തനങ്ങൾ ഈ പുതുവർഷ ആരംഭത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി പല കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കുകയും അതിലൂടെ വളരെ സാമ്പത്തിക പുരോഗതി വന്നു ചേരുകയും ചെയ്യും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതിയാണ് ഉണ്ടാകുന്നത്. മത്സര പരീക്ഷകളിലും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ പാസ്സാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഉപരിപഠന രംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുരോഗതി കൈവരിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്നില്ല. ചില കാര്യങ്ങളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകും. കരുതലോടുകൂടി ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കണം. അങ്ങനെ നല്ല രീതിയിൽ സാഹചര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നതായാൽ നിങ്ങൾക്ക് ഇതെല്ലാം വർദ്ധിപ്പിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഒരു അവസരവും നിങ്ങൾക്കുണ്ടാകും. തികച്ചും പുതുമയുള്ള മേഖലയിൽ പ്രവേശിച്ച് കച്ചവടം നടത്താനുള്ള സാഹചര്യമായിരിക്കും വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി പഠിച്ച് ചെയ്യണം. ഇന്നുവരെ ഇറങ്ങിയിട്ടില്ലാത്ത മേഖലയിലേക്കാണ് വരുന്നതെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യുക. വിവിധ രംഗങ്ങളിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങളുണ്ടാകാം. അവിചാരിതമായ ചില സാഹചര്യങ്ങളും ഉണ്ടാകാം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്യുക. ഉപരിപഠന കാര്യത്തിനും പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുന്നതിനും വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചാവക കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഉപരിപഠനത്തിന് വേണ്ടി കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് നന്നായി വിലയിരുത്തി തന്നെ ചെയ്യേണ്ട ഒരു സമയമാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറെ അധികം പുരോഗതിയും നേട്ടവും വന്നു ചേരും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാം. നിങ്ങളുടെ പ്രവർത്തന രംഗത്തെ അത്ര നല്ലതല്ലാതെ ബാധിക്കുന്ന അവസ്ഥകളും വരാം. നിങ്ങളുടെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട്. അപ്പോൾ എല്ലാവരോടും ശാന്തതയോടെയും പക്വതയോടെയും ഇടപെടുക. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും വേണം. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കാണേണ്ടതാണ്. ജീവിത ദർശനം നന്നായി മുമ്പോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അപൂർവമായ വഴിത്തിരിവുകൾക്ക് കാരണമാകുന്ന സാഹചര്യമാണ് വരുന്നത്. വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വലിയ ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യത ഉണ്ട്. നിങ്ങളെ പൊതുവെ അത്ഭുതപ്പെടുത്തുന്ന കുറെ അധികം നേട്ടങ്ങളും ഈ കാലയളവിൽ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്തെ ആകെ വലിയ പരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള അപൂർവ മാറ്റങ്ങളാണ് ഉണ്ടാകാവുന്നത്. ജീവിതത്തിൽ
ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ഗൃഹനിർമ്മാണം ഈ വർഷം തുടങ്ങാൻ കഴിയും. ശ്രദ്ധിച്ച് ചെയ്യണം. വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വൈകാതെ പൂർത്തീകരിച്ച് താമസം തുടങ്ങാനും സാധിക്കുന്നതാണ്. പുതിയ വസ്തു വാഹനാദികൾ വാങ്ങുന്നതിനുള്ള അവസരമുണ്ടാകും. അതിൽ പാളിച്ചകൾ ഉണ്ടാകരുത്. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ് ഈ പുതുവർഷ ആരംഭത്തിൽ. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്ര രാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോവുക.